Hello friends, welcome back to another episode. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ഡിഷായ ചിക്കൻ കേക്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. Drop it. ഈ കേക്ക് ഉണ്ടാക്കാനായി ഞാൻ ചിക്കന്റെ ബോൺലെസ് പീസ് ആണ് എടുത്തിരുന്നത്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അര തക്കാളിയും ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കുന്നതിനായി മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി ഇനി നമുക്ക് കടുക് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ശേഷം സവാള കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇപ്പോൾ പൊടികൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല പാകത്തിന് റെഡി ആയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം നമുക്ക് ഈ മസാല തണുക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ 5 മുട്ട പതപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദയും പിന്നെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നമുക്ക് 3ഉം കൂടി മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അങ്ങനെ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഈ ബാറ്ററിലേക്ക് മസാല ചേർക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം ഈ മസാലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായി നമുക്കിത് മിക്സ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാനായി ഒരു സോസ് പാൻ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായി സ്പ്രെഡ് ആയതിനു ശേഷം ഇതിലേക്ക് ഇറച്ചിക്കൂട്ട് ഒഴിക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഇത് വെക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് 150 ഡിഗ്രി സെറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ഒരു അടി കട്ടിയുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഗ്യാസിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.